കവിഞ്ഞൊടുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഓരോ ദിവസവും ദൈവസന്നിധിയിലിരിക്കുന്നത്, അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തൊരു ബലമല്ലേ. ഇന്ന് അത്ഭുത സാക്ഷ്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. എന്നോടൊപ്പം ഇന്ന് 3 ഡോക്ടർമാരാണ് ഈ പ്രോഗ്രാമിലുള്ളത്. ഇന്ന് വൈദ്യശാസ്ത്രവും വേദശാസ്ത്രവും കൂടെ മീറ്റ് ചെയ്യാണ്. ഡോക്ടർ തോമസ് മാവേലിക്കരയിൽ താൻ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം ഇന്ന് ഹെവൻലി ഫീസ്റ്റിൻ്റെ ഒരു ശുശ്രൂഷകനായി മാവേലിക്കര മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ ഒരു അനുഗ്രഹീത വചന ശുശ്രൂഷയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ തന്നെ ഡോക്ടർ ഉമ്മൻ ഇന്ന് ഹെവൻലി ഫീസ്റ്റിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ശുശ്രൂഷകരെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും മറ്റെല്ലാ ശുശ്രൂഷയിലും മുമ്പിലാണ്. അദ്ദേഹം ഡോക്ടർ പരിപാടി പ്രാക്ടീസ് ഒക്കെ ഉപേക്ഷിച്ചു, കർത്താവിന് വേണ്ടി പൂർണ്ണമായി നിൽക്കുകയാണ്. ഡോക്ടർ ബിനു ഇന്ന് ഹെവൻലി ഫീസ്റ്റിൻ്റെ യൂത്ത് മിനിസ്ട്രിയുടെ മുമ്പിൽ നിൽക്കുന്നു. ഡോക്ടർ ബിനുവും അദ്ദേഹം കുടുംബമായി താനും വൈഫും ഒന്നിച്ച് ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ വാസ്തവത്തിൽ ഇന്ന് ഡോക്ടേഴ്സ് നമ്മൾ 2 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കും എനിക്കുമൊക്കെ കേൾക്കേണ്ടത്. ഒന്നാമത്തേത്, ഡോക്ടർമാരായ നിങ്ങളെങ്ങനെ ഈ കർത്താവിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വന്നു. 2, ഈ വൈദ്യശാസ്ത്രവും വേദശാസ്ത്രവും കൂടെ വചനവും കൂടെ എങ്ങനെ നിങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകുന്നു. പ്രസംഗിക്കുന്നു, രോഗികൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ഇതെങ്ങനെ നിങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകുന്നു. ഇത് ആൾക്കാർക്കൊരു എന്തോ കേൾക്കാൻ വളരെ ഉത്സാഹമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആദ്യം ഡോക്ടർ തോമസിനെ തന്നെ പരിചയപ്പെടാം. ഡോക്ടർ തോമസ് ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയാൽ എങ്ങനെ കർത്താവിലേക്ക് വന്നത്, എന്ത് ചെയ്യായിരുന്നു, ഇവിടെ പഠിച്ചത് ഒക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായി. ഞാൻ 2001 വലിയൊരു DNBയുടെ ഗ്യാസ്ട്രോ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം അന്ന് ഇതുപോലെ വെളുപ്പിന് ഒരു ദിവസം മമ്മി എന്നെ വിളിച്ചു. ഇങ്ങനെ പറഞ്ഞു, ഡാഡി പെട്ടെന്ന് സ്ട്രോക്കായിട്ട് അപ്പോളോ ഹോസ്പിറ്റലിൽ. എൻ്റെ ഫാദർ ഇൻ ലോ, നീനയുടെ ഫാദർ. ഓക്കെ, നമ്മുടെ 2 പേരുടെയും വൈഫുമാരുടെ പേര് ഒന്നാണ് നീന എന്നാ, ഞങ്ങളുടെ 2 പേരുടെയും പേര് തോമസ് എന്നുമാണ്. ഇങ്ങനെ അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. ഹി വാസ് ഇൻ എ വെരി ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. അപ്പോൾ ഞാനിതറിഞ്ഞ് ഞാൻ അവിടെ ചെന്നു. ഞാൻ നേരിട്ട് ഡാഡിയെ കണ്ട് ICU ചെന്ന് ഞാൻ കണ്ടായിരുന്നു. ഹി വാസ് കൊമറ്റോസ്. അവിടുത്തെ സീനിയർ ഡോക്ടേഴ്സിനെ കണ്ടു. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് വലിയ ഹോപ്പൊന്നുമില്ലായിരുന്നു. കാരണം പ്രഷർ കൂടി, ബ്രെയിനകത്തോട്ട് ഒരു മാസീവ് ബ്ലീഡായിരുന്നു. ഞാൻ MRIയും തളർച്ചയുണ്ടായി. ഹി വാസ് അൺകോൺഷ്യസ്, ടോട്ടലി അൺകോൺഷ്യസ് ആയിരുന്നു. അവർ പിന്നീട് പറഞ്ഞ് നാച്ചുറലി അതിനുശേഷം വെൻറ്റിലേറ്റർ ഫെസിലിറ്റീസും അതെല്ലാം വേണ്ടി വരും. ഞാൻ അതെല്ലാം ഇങ്ങനെ വേഴ്സ്റ്റ് എക്സ്പെക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു. അതിനുശേഷം ഐ ഹാഡ് ടു ഗോ ബാക്ക്. വീണ്ടും എനിക്ക് ക്ലാസ്സസ് ഉണ്ടായതുകൊണ്ട് ഞാൻ പോണ്ടിയായിട്ട് വന്നു. പിന്നീട് ഞാൻ അറിഞ്ഞത് ഡാഡി ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കി വരികയായിരുന്നു എന്നുള്ളതായിരുന്നു കേട്ടത്. അപ്പം ഞാൻ നാച്ചുറലി എൻ്റെ ബുദ്ധിയിൽ ഞാൻ ഓർത്തത് അത് മെഡിക്കൽ സയൻസിൻ്റെ ഒരു നാച്ചുറൽ റെസ്പോൺസ് ആയിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ഇരുന്നത്. എന്നാൽ മമ്മിയായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്ന സമയത്താണ് മമ്മി പറഞ്ഞത്, ഇങ്ങനെ കോട്ടയത്ത് നിന്ന് 2 പാസ്റ്റേഴ്സ്, അന്ന് തോമസുട്ടി ബ്രദറിനെയോ തങ്കു ബ്രദറിനെയോ എനിക്ക് അറിയത്തേയില്ല, വന്നു ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് വാസ്തവത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ മെരിയൻ സ്കൂളിലെ മറിയം കൊച്ചമ്മയായിരുന്നു. അതെ അതെ, മിസ്സസ് മേരി വിജയൻ ആയിരുന്നു അല്ലേ. അന്ന് ചെന്നൈയിലൊരു ആയതുകൊണ്ട് അതെ, ചെന്നൈയിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് തങ്കു ബ്രദറും തോമസുട്ടി ബ്രദറും ബോത്ത് ഓഫ് യു കെയിം ഫോർ ദ മീറ്റിംഗ്. അപ്പം യു കെയിം ആൻഡ് പ്രേഡ് ഫോർ ഡാഡി ആൻഡ് വെന്റ്. ഹോസ്പിറ്റലിൽ വന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ എൻ്റെ വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞ എൻ്റെ മനസ്സിന് ഇത് അക്സെപ്റ്റ് ചെയ്യാനേ അന്നത് പറ്റിയില്ല. ഈ പ്രാർത്ഥിച്ചപ്പോൾ മുതലേ ഹീലിംഗ് തുടങ്ങി. യെസ്. അത് അവിടെ ഉണ്ടായ ഒരു മിറക്കിൾ, അവിടെ ഉണ്ടായ മിറക്കിൾ അത് തന്നെയായിരുന്നു. ആൻഡ് ഹി മെയ്ഡ് എ ടോട്ടൽ റിക്കവറി. അതിനുശേഷം ഇച്ചിരി സമയം എടുത്തന്നേ ഉള്ളൂ, പക്ഷേ ഹി മെയ്ഡ് എ ടോട്ടൽ റിക്കവറി. അതിനുശേഷം 2002 അതിലാണ് ഞാൻ വാസ്തവത്തിൽ കർത്താവിനെ നേരിട്ട് അറിയാനിടയായത്. എന്നാൽ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ പറ്റിയ ഒരു വലിയൊരു റെവലേഷൻ എനിക്ക് ബിഫോർ ഐ ന്യൂ ഹിം കർത്താവിലേക്ക് വരാനായിട്ടുള്ള ഒരു കമ്പൽസീവ് റീസൺ. ഒരു ദിവസം ഡാഡിയായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡാഡി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഡാഡി ചില കാര്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു.
Now that was too much for me because എൻ്റെ ബുദ്ധിയിൽ ഒരു കോമയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഓ ഈ കിടക്കയിലായിരുന്നപ്പോൾ കിടക്കയിലായിരുന്നപ്പോൾ വളർന്ന് കിടക്കുമ്പോൾ കണ്ടു കോമയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ പഠിച്ച വൈദ്യശാസ്ത്രത്തിൽ ഒരിക്കലും ഒരു മെമ്മറി റീകോളും വരാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബ്രെയിനകത്തോട്ട് തന്നെയാണ് മാസീവ് ബ്ലീഡ് ഉണ്ടായത്. പക്ഷേ അദ്ദേഹം കുറച്ച് എക്സ്പീരിയൻസസ് പറയാനിടയായി. ഇറ്റ് വാസ് ഓൾ ദ മോർ സർപ്രൈസിങ് ബിക്കോസ് ഡാഡി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഒരു നല്ല ഒരു കെമിസ്റ്റായിരുന്നു. അതുകൊണ്ടായിരുന്നു മറഫിൽ എംപ്ലോയ് ചെയ്തത്. ഹീ നെവർ ബിലീവ്ഡ് ഇൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ആൻഡ് ഡാഡിയുടെ വായിൽ നിന്ന് ഞാനിത് കേട്ടപ്പോൾ ഐ ന്യൂ അതിനു മുമ്പൊന്നും നിത്യതയെക്കുറിച്ചും സ്വർഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലില്ല. ഡാഡി ഒട്ടും വിശ്വാസമില്ലായിരുന്നു. ഡാഡി വിശ്വസിച്ചത് നല്ലത് ചെയ്താൽ ഈ ഭൂമിയിൽ വെച്ച് സ്വർഗം അനുഭവിക്കും, ചീത്ത ചെയ്താൽ ഭൂമി വെച്ച് നരകവും അനുഭവിക്കും. അതിനുശേഷം എന്താണെന്ന് ഹീ ഡിൻ നോ ആൻഡ് ഹീ നെവർ എക്സ്പ്രസ് എനി ഡിസയർ ഓൾസോ ടു നോ. അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിരുന്നത്. എന്നാൽ അദ്ദേഹം പിന്നീട് പറയുന്ന എക്സ്പീരിയൻസുകളാണ് എന്നെ ഇത് ചിന്തിപ്പിക്കാൻ തുടങ്ങിയത്. ഡോക്ടർ തോമസ്, സാധാരണ ആൾക്കാർ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ മാസീവ് ബ്ലീഡിങ് ബ്രെയിനിലോട്ടുണ്ടായി എന്ന് പറയുമ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നത് പോലെ നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ സെൽസൊക്കെ എന്ത് സംഭവിക്കും? ആ ഒരു ഡെഡാകും, അതിനൊരു ലൈഫ് ഉണ്ടല്ലോ. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് ഇച്ചിരി കൂടെ ഒന്ന് അതിൻ്റെ ഒരു ഇത് ഡോക്ടർ ബിനുവിന് അതിനെക്കുറിച്ച് കൂടുതൽ പറയാമായിരിക്കുമല്ലോ. ഇപ്പം ഞാൻ കേട്ടെടുത്തോളം ഡോക്ടറിൻ്റെ ഡാഡിക്ക് മാസീവ് ബ്ലീഡ് എന്ന് പറയുമ്പോൾ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ ഒരു 9 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് 4 മിനിറ്റിന് ശേഷം മാക്സിമം ഒരു 9 മിനിറ്റ് വരെ രക്തയോട്ടം നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ന്യൂട്രീഷൻ, അതായത് അതിന് പോഷകമായിട്ടുള്ള ഒന്നും ഓക്സിജനും കിട്ടിയില്ലെങ്കിൽ നെർവ്സിന് വരുന്ന ഡാമേജ്, ഞരമ്പുകൾക്ക് വരുന്ന ഡാമേജ് പെർമനൻ്റാണ്. അതിനുശേഷം പിന്നീട് അതിനെ ഒന്ന് റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഓർക്കാൻ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതം തന്നെ വരുന്നതായിരുന്നു എന്നെ സമയത്തോളം ഒരു ടേണിംഗ് പോയിന്റ്. ഈ ആദ്യ സൗഖ്യമായി എന്ന് കേട്ടെങ്കിലും അത്ര എനിക്ക് വിശ്വാസം വന്നില്ല. പക്ഷെ പിന്നീട് ഡാഡി എന്താ കണ്ടത്? വല്ല സംഭവം കണ്ടതായിട്ട് പറയുന്നത്? അദ്ദേഹം കണ്ടത്, ഡാഡി കിടക്കുകയാണ്. അപ്പുറവും ഇപ്പുറവും നോക്കുമ്പോൾ എണ്ണാൻ പറ്റാത്ത രീതിയിൽ കുറേ പേര് കിടക്കുക. ആ സമയത്ത് ഹി കുഡ് സീ ഒരു പേഴ്സൺ കമ്മിങ് ടുവേർഡ്സ് ഹിം. ഡാഡിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എബ്രഹാം, നിന്റെ സമയം ആയിട്ടില്ല, മടങ്ങിപ്പോ. ഇങ്ങനെ യേശുവിനെ കണ്ടു. ഐ തിങ്ക് സോ, ഇറ്റ് ഈസ് ജീസസ്. പിന്നീട് ഡാഡിയുടെ വിശ്വാസത്തിന് മാറ്റം വന്നോ? കർത്താവിലായോ എന്ന് പറഞ്ഞാൽ ഈ നിത്യതയെക്കുറിച്ചൊക്കെ ആയി ആള് മാറി, ഒത്തിരി മാറി. ഹി വാസ് ചേഞ്ച്, ഒത്തിരി മാറി. ഹി സ്റ്റാർട്ടഡ് ബിലീവിങ്. ബിലീവ് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല, തീർച്ചയായിട്ടും. അപ്പം if you have an encounter with Jesus, you will definitely be changed. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡോക്ടറുടെ എൻകൗണ്ടറോട് ഒന്ന് പറഞ്ഞാൽ, ഡോക്ടർ ഉമ്മൻ. എൻ്റെ എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന കാലം മുതൽ, ഞാൻ ഇടയ്ക്കൊന്ന് കയറിക്കോട്ടെ, ഡോക്ടർ ഗാസ്ട്രോ ആണ് പ്രാക്ടീസ് അല്ലേ? ഡോക്ടർ ഉമ്മൻ ഡെന്റൽ ആയിരുന്നു. ഒത്തിരി പേരുടെ പല്ല് പറിച്ചിട്ടുണ്ട്. ഡോക്ടർ ബിനു ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ തന്നെ ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ. ഞാനും ഡോക്ടർ തോമസ് എൻ്റെ സീനിയറായിട്ട് സെൻറ്റ് തോമസ് ട്രിവാൻഡ്രത്ത് പഠിച്ചതാണ്. ഞാൻ അത് പിന്നീട് ഇതെല്ലാം മനസ്സിലാവുന്നത്. അപ്പം എൻ്റെ വളർന്നു വരുന്ന പ്രായത്തിൽ ആ പ്രായത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ഏതൊക്കെ സ്വഭാവങ്ങൾ ഈ ലോകത്തിൽ വേണ്ടാത്ത സ്വഭാവങ്ങളുണ്ടോ മുഴുവൻ എനിക്കുണ്ടായിരുന്നു. ഞാൻ പഠനകാലത്ത് അത് മർത്തോമ കോളേജ് BSc കഴിഞ്ഞ് അത് കഴിഞ്ഞ് BDSന് പഠിക്കാൻ പോകുമ്പോഴും എല്ലാം ഇതിനെക്കുറിച്ച് വാട്ട് ഡു യു തിങ്ക് എന്ന് ചോദിച്ചാൽ അത് ആ പ്രായത്തിൻ്റേതായിട്ടുള്ളതേ ഉള്ളൂ, എന്നേലും അത് മാറിക്കോളും. അതിനപ്പുറത്തോട്ട് അത് ദൈവം അതിനെ എങ്ങനെയാണ് കാണുന്നത് അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും മദ്യപാനം അങ്ങനെയൊക്കെ അല്ല. മദ്യപിക്കുമായിരുന്നു, സിഗരറ്റ് വലിക്കുമായിരുന്നു, എന്തൊക്കെ ദുശീലങ്ങൾ ആ പ്രായത്തിൽ അതിനൊരു പരിധിയുണ്ടോ അതിനെ മാക്സിമം വരച്ചാൽ അതിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോടെന്നും മഞ്ജുവിനോടെന്നും തമാശയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കല്യാണം ആലോചിക്കുന്നതിന് മുമ്പേ കൂടെ പഠിച്ച ആരോടും എന്നെക്കുറിച്ച് തിരക്കിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കൂടെ പഠിച്ച ആരും നല്ലൊരു വാക്ക് പറയത്തില്ല, അതുപോലെ മോശമായിരുന്നു എൻ്റെ സ്വഭാവം. എന്നാൽ അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു വിധത്തിലും അതൊരു പാപമാണെന്നോ ദൈവസന്നിധിയിൽ അത് എങ്ങനെയാണെന്നോ അതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യാതെ. ചേഞ്ച് ഉണ്ടായി
എൻ്റെ അമ്മ അസുഖമായിട്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ നിൽക്കുക. എൻ്റെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് പ്രീ ഡിഗ്രി മുതൽ BSc പഠിക്കുന്ന സമയം, അത് കഴിഞ്ഞ് സ്ഥിരമായിട്ട് നാട്ടിൽ വരുമ്പോൾ അവരെൻ്റെ കൂടെ ഉള്ളവർ, എന്നെ നന്നായിട്ട് അറിയാവുന്നവർ. അപ്പോൾ അവരുടെ മുമ്പിൽ എനിക്കൊരു ഇമേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്ന, തോന്നിവാസം നടക്കുന്ന അങ്ങനെ ഒരാളാണ്. അവരുടെ ആ ഇമേജ് എനിക്ക് വളരെ എനിക്ക് ആ ഇമേജ് ഇഷ്ടം, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഇമേജ് അത് എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുന്ന, അങ്ങനെ അതിനകത്ത് ഒട്ടും താന്നു കൊടുക്കാത്ത, എനിക്ക് ഐ ലൈക്ക് ദാറ്റ് ഇമേജ്. അത് ഞാൻ വളരെ പ്രോത്സാഹിപ്പിക്കുന്നതുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. എങ്ങനെ ഈ ദേവദാസം പ്രാർത്ഥിക്കുമ്പം എൻ്റെ ഉള്ളിൽ ഞാൻ പാപിയാണെന്ന് ഞാൻ അങ്ങ് പൊട്ടിക്കരയുക. അപ്പം മനസ്സ് പറയുന്നുണ്ട്, എടാ കരയരുത്, നിൻ്റെ സുഹൃത്തുക്കളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക, അവരുടെ മുമ്പിൽ നീ ഒന്നും അല്ലാതായിപ്പോ. പക്ഷേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഒക്കുന്നില്ല, ഞാനങ്ങ് ഏങ്ങലടിച്ച് കരയുക. പക്ഷേ അന്ന് ഞാൻ ഡോക്ടറായോ? ഞാൻ ഡോക്ടർ പ്രാക്ടീസ് തുടങ്ങി. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്താണ് അമ്മയ്ക്ക് ക്യാൻസറാണ്, അതിൻ്റെ എന്താ സംഭവിക്കാൻ പോകുന്നത് എല്ലാം അറിയാം. പ്രാക്ടീസ് ചെയ്ത് ഞാൻ പായ്പാട്ട പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സ്വന്തം ക്ലിനിക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അമ്മയുടെ അസുഖം അതിനെന്നാ, എനിക്ക് എൻ്റെ സ്വന്തം പ്രാക്ടീസ് ഉണ്ട്, അതിനപ്പുറത്തോട്ട് ഒരു വലിയൊരു കൺസേൺ ഉണ്ടോ? വലിയ കൺസേൺ ഒന്നുമില്ല. എനിക്കങ്ങനെ എന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് ഒന്നിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. എൻ്റെ സുഹൃത്തുക്കളായിരുന്നു എൻ്റെ എന്നാണ് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് വേണേൽ പറയാം. എനിക്ക് അതുപോലെ കാര്യം അന്ന് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു വലിയ സംഭവം നടക്കുക. എൻ്റെ ഉള്ളിൽ എനിക്ക് പാപബോധം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു പാപിയാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതാ എന്നെ ഹോണ്ട് ചെയ്തത്. പ്രത്യേകിച്ച് ആരും സുവിശേഷം പറഞ്ഞു ഒന്നുമില്ല. ആ പ്രാർത്ഥിക്കുന്ന ബൈബിൾ തുറന്ന് ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഒന്നും പറയുന്നില്ല. അവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹോളി സ്പിരിറ്റ് സത്യമായിട്ടും എൻ്റെ ഇന്നത് അറിയാവുന്നോട് തോമസ് വേറെ എനിക്കൊരു കാര്യം അറിയാം, കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അന്ന് എന്നെ തൊട്ട്. അല്ലാതെ അങ്ങനെ ഒരു ജീവിതം പോയിരുന്നെങ്കിൽ എനിക്ക് റിഗ്രറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മറക്കത്തില്ല, എൻ്റെ ക്ലിനിക്കിൽ വന്നു, പ്രൈവറ്റ് പ്രാക്ടീസാണ്, ക്ലിനിക്കിൽ ആൾ വന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, കാശ് വരത്തുള്ളൂ, ഒക്കെ ശരിയാണ്. ഒരു അമ്മച്ചി വന്നു, ഞാൻ നന്നായിട്ട് സിഗരറ്റ് വലിക്കുന്ന സമയമാണ്. ഞാൻ സിഗരറ്റ് വലിച്ചത് പുറത്തിറങ്ങിയെന്ന് വലിച്ചേച്ച് അമ്മച്ചി കയറുന്ന കണ്ടുകൊണ്ട് കളഞ്ഞു വെച്ച് എനിക്ക് അതുപോലെ ഞാൻ ക്ലിനിക്കിലിരിക്കുന്ന ഡോക്ടർ സിഗരറ്റ് വലിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു ഡോക്ടറും ചെയ്യാത്തൊരു പരിപാടിയാണ്. പക്ഷേ എനിക്ക് പറ്റത്തില്ല, ഞാൻ അങ്ങനെ നിന്നിരുന്ന ഒരു വ്യക്തി, അഡിക്റ്റായിരുന്നു. ഞാനത് കളഞ്ഞേച്ച് അകത്തോട്ട് കയറി വന്ന് അമ്മച്ചിയുടെ കൈ കഴുകി, എന്നിട്ട് അമ്മച്ചിയുടെ അടുത്തോട്ട് വന്ന് വായിലോട്ട് കൈയിട്ടോടനെ അമ്മച്ചി പറഞ്ഞു, മോനെ സിഗരറ്റ് മാറും, മോൻ ഒന്നുകൂടെ കൈ കഴുകാവും. എൻ്റെ മറുപടി, അമ്മച്ചി ഇവിടെ ഇങ്ങനെ സൗകര്യമുണ്ടെങ്കിൽ പല്ലെടുത്താൽ മതി, അല്ലെങ്കിൽ ഇവിടുന്ന് അന്ന് ₹1.50 തിരുവല്ലായ്ക്കുള്ള പോയിന്റ്, ₹1.50 കൊടുത്താൽ തിരുവല്ലയിൽ ഇറങ്ങാം, അവിടെ വേറെ ഡോക്ടർമാരുണ്ട്. അതുപോലെ എനിക്ക് അറകണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതൊന്നും ഒരു വിഷയമല്ല, സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി, ഇതായിരുന്നു എൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ഒരു സംഭവത്തോടെ എന്ന് പറഞ്ഞാൽ ഒരു അന്ന് ആ ദേവദാസം പ്രാർത്ഥിച്ചപ്പോൾ ഹൃദയത്തിലുണ്ടായ പരിവർത്തനത്തോടെ ഒരു മൊത്തം മാറ്റമുണ്ട്. മൊത്തം മാറ്റം എന്ന് പറഞ്ഞാൽ തോമസ് അന്ന് ഞാൻ വീട്ടിൽ വന്നിരുന്നേച്ച് ഞാൻ ആദ്യമായിട്ട് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ, എനിക്കത് ഓർമ്മയില്ല എത്ര മണി വരെ എന്ന്. രാവിലെ പത്രക്കാരൻ പത്രം ഇടാനായിട്ട് വരുന്ന സമയത്ത് അയാളുടെ സൈക്കിളിൻ്റെ ശബ്ദം കേട്ടാൽ എനിക്ക് ബോധം വരുന്നു. അത്രയും നേരം ഞാൻ മുട്ടയിൽ നിന്ന് വെച്ചാൽ എൻ്റെ പഴയകാല ജീവിതത്തിൽ ചെയ്തതൊന്നും ദൈവമുമ്പാകെ ശരിയല്ലല്ലോ എന്നുള്ളത് വരിക എന്ന് പറഞ്ഞാൽ തോമസ് അതൊരു വല്ലാത്ത ഫീലിംഗ്. നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകുക. ഇതുവരെ എന്നാ അതിന് പറയുന്നത്, പാപമല്ല എന്ന് കണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവനും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് പാപമാണെന്ന് തോന്നുക എന്ന് പറഞ്ഞാൽ ആ ഫീലിങ്ങിൻ്റെ അടിയിൽ നമ്മളങ്ങ് ഒന്നും ഇല്ലാതായി പോവുക. അപ്പം അന്ന് ഇത് കർത്താവ് എന്നിൽ പ്രവർത്തിക്കുകയാണെന്നൊക്കെ മനസ്സിലായി. കർത്താവെന്നല്ല, എന്തോ ഒരു എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയുടെ അമ്മ ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ദൈവം ഉണ്ടെന്നറിയാം. പക്ഷേ എൻ്റെ ഒരു സ്വഭാവത്തിന് അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും എവിടെ പോയാലും ദൈവമേ എന്നേ വിളിക്കത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഞാൻ വിശ്വസിച്ചിരുന്ന എല്ലായിടും ദൈവമുണ്ട്, എല്ലാ ദൈവവും ഒരുപോലെ, ഇങ്ങനെയൊക്കെ ജീവനുള്ള ദൈവം, അങ്ങനത്തെ ഒരു വശങ്ങളൊന്നും എൻ്റെ തലയിൽ കൂടെ പോകുന്നില്ല. ദൈവം എന്നുള്ള കൺസെപ്റ്റിനപ്പുറം മനുഷ്യനകത്ത് സ്വാഭാവികമായിട്ട് ഓരോ പ്രായത്തിൽ ഓരോ സ്വഭാവങ്ങൾ. അതോടുകൂടെ ഒരു പരിവർത്തനം ഉണ്ടായി. പിന്നെ എന്തുകൊണ്ട് സുവിശേഷ വേലയിലേക്ക് വരാൻ? അത് തോമസ് ക്ലിനിക്കിലുള്ള അപ്പോഴത്തേക്ക് ക്ലിനിക്കിൽ പോകും, അവിടെ ഇരുന്നാൽ ബൈബിള് തുറന്ന് വെച്ച് വായിക്കുക. അപ്പം ഞാൻ വീട്ടിലിരുന്ന് എൻ്റെ ഒരു പഴയ ബൈബിൾ എടുത്തേച്ച് നമ്മൾ ഒരുപാട് വായിക്കുക. അപ്പം മീറ്റിംഗ് ഉണ്ട് എവിടെയെങ്കിലും എന്ന് കേട്ടാൽ പോകാനൊരാഗ്രഹം. അങ്ങനെ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ടെന്ന് കേട്ടു. നമുക്കപ്പം
ഈ ഉപവാസ പ്രാർത്ഥന തന്നെ ഉപവസിക്കണം ഇതൊന്നും അറിയത്തില്ല. അങ്ങ് പോവുക, മീറ്റിങ്ങിന് പോവുക, നന്നായിട്ട് ഭക്ഷണം കഴിച്ചേച്ചാൽ പോകുന്നു, ഉപവസിച്ചിട്ടൊന്നുമല്ല. നമ്മൾ മീറ്റിങ്ങിന് പോകണമെന്നൊരാഗ്രഹം. അങ്ങനെ 3 ദിവസത്തെ ഒരു മീറ്റിങ്, ഞാൻ കാറുണ്ട് വീട്ടിൽ, കാറേ പോയി വന്ന് നിൽക്കുക. എറണാകുളത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ക്ലിനിക്ക് വന്ന് തുറന്നു. ക്ലിനിക്ക് കയറി ഇരുന്ന് ഒരാൾ കയറി വന്നേച്ച് പറഞ്ഞു, ഡോക്ടറാണോ? ഞാൻ പറഞ്ഞു അതെ. ഞാൻ ചോദിച്ചു എന്നാ പല്ലെടുക്കാനാണ്? അല്ല, ഞാനൊരു 3 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു, ഇവിടെ ഒരു ക്ലിനിക്ക് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അതിവേദന എടുത്താൽ വന്നത്. അന്നേരം ക്ലിനിക്ക് അടച്ചിട്ടേക്കുക. എന്നിട്ട് അതുവരെ ഡോക്ടറെന്ന് വിളിച്ച പുള്ളി, താൻ എന്നാ മനുഷ്യനാണ്, ഇത്രയും വേദനയോട് ഒരുത്തം വരുമ്പം താൻ ക്ലിനിക്ക് അടച്ചിട്ടേച്ച് എവിടെ പോയേക്കായിരുന്നു, തനിക്ക് ഈ പണി പറ്റത്തില്ല, നിർത്തിയേച്ച് വേറെ പണിക്ക് വല്ലതും പോകും. അപ്പം പഴയ സ്വഭാവത്തിനാണെങ്കിൽ അന്നേരം എൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ, അതിന് നിൻ്റെ ചിലവിലല്ലല്ലോ ഞാനിത് നടത്തുന്നതെന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷേ എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഞാൻ മിണ്ടാതിരുന്നത് കേട്ടു. ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇനി എനിക്ക് തുടർന്ന് ക്ലിനിക്ക് നടത്തണമെന്നില്ല, ഞാൻ എന്നാ ചെയ്യേണ്ടി. അപ്പോൾ എനിക്കങ്ങ് രാത്രി മുഴുവൻ അങ്ങ് ഇത് എങ്ങനെ അങ്ങനെയൊക്കെ മനുഷ്യർ പറയുന്ന ഉടനെ എനിക്ക് ഈ പ്രാർത്ഥന ആ ലൈനിലോട്ടൊരു താല്പര്യമുണ്ട്. എന്നാൽ ഇത് നിർത്താൻ നോക്കൂ, ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്തതല്ലയോ എന്നൊക്കെ മനസ്സിൽ ചിന്തകളുണ്ട്. ഞാൻ ഏതായാലും രണ്ടും കൽപ്പിച്ച് നിർത്തി. ഫാദർ ഒന്നും ക്ലിനിക്ക് നിർത്തി. എന്നിട്ട് പതുക്കെ എന്നാൽ ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ എന്നാ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെ വെക്കുന്നു. തങ്കബ്രദറിനെ കാണുമ്പോൾ എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളായിരുന്നു, കർത്താവെ ക്ലിനിക്ക് നിർത്തിയത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല, എനിക്ക് എന്നാ പറയണമെന്ന് അറിയത്തില്ല. നീ ഇനി എന്നെ ശുശ്രൂഷയ്ക്കാണ് വിളിച്ചിരിക്കുന്നെങ്കിൽ അതിനകത്തൊരു മുന്നേറ്റം തരണം, അപ്പം ഞാൻ ഉറപ്പിക്കും ക്ലിനിക്കല്ല. അങ്ങനെ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുന്നു. കർത്താവിൻ്റെ മഹാവലിയ കരുണ കൊണ്ട് അന്നത്തെ എൻ്റെ ഉള്ളിൽ തന്ന തോന്നൽ സാക്ഷാൽ യേശു തന്നെ തന്നതാണെന്നുള്ളൊരു ബോധ്യം വരത്തക്ക രീതിയിൽ കർത്താവ് ശുശ്രൂഷകളിൽ ഉപയോഗിക്കുന്നുണ്ട്. എനിക്കതിൽ കർത്താവിനോടല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കാനൊന്നുമില്ല, കർത്താവിനെ കൊടുക്കാനുള്ളൂ. അതുകൊണ്ട് കർത്താവിനോടാണ് നന്ദിയുള്ളത്. ഇപ്പം എത്ര നാളായി ശുശ്രൂഷയില്ല? ഇപ്പം ഞാൻ 2000 മുതലാണ് ഫുൾ ടൈം. 14 കൊല്ലമായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. അനേകരുടെ വിടുതലിന് കർത്താവ് തീർച്ചയായും സന്തോഷം ആദ്യ സന്തോഷം. ഞാനൊരു മീറ്റിംഗ്, മെഡിക്കൽ കോളേജിലൊരു മീറ്റിംഗ് സ്വർഗീയ വിരുന്നിൻ്റെ ഞാൻ അത് പങ്കെടുക്കാനിടയായി. വളരെ യാദൃശ്ചികമായിട്ട് ഒരു യൂത്തിൻ്റെ മീറ്റിംഗ്, ഒരു ക്രിസ്മസ് മീറ്റിംഗ് ആയിരുന്നു, ഒരു ക്രിസ്മസ് ഗെറ്റ് ടുഗദർ ആയിരുന്നു. അതിന് എൻ്റെ ഫ്രണ്ട്സ് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പോയതാണ്. പക്ഷേ അന്നത്തെ മീറ്റിങ്ങിൽ എനിക്കൊന്നും വലുതായിട്ട് ലഭിച്ചതായിട്ട് കണ്ടില്ല. പക്ഷേ ഇറ്റ് വാസ് വെരി യൂത്ത് ഫ്രണ്ട്ലി, ഇറ്റ് ഈസ്ഡ് മൈ മൈൻഡ്, അത്രേ ഉള്ളായിരുന്നു. പക്ഷേ ഉള്ളിലൊരു സ്പാർക്ക് വീണു, യേശു രക്ഷകന. പക്ഷേ അതിനുശേഷമാണ് എൻ്റെ ചലഞ്ചസ്, എൻ്റെ എഡ്യൂക്കേഷൻ ഞാൻ ഫേസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ എൻ്റെ കോഴ്സ് എല്ലാം കഴിയുമ്പോഴും ഈ ഭയം ഉള്ളിൽ നിന്നിരുന്നു, എൻ്റെ ഭാവി എന്തായിത്തീരും, എനിക്ക് ഇങ്ങനൊരു കുറവുണ്ടല്ലോ. എന്നാൽ ആ സമയത്താണ് സ്വർഗീയ വിരുന്നിൻ്റെ ഒരു മീറ്റിംഗ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്കൊരു ക്ഷണം ലഭിക്കുന്നത്. വളരെ താല്പര്യമില്ലെങ്കിലും ഞാൻ എൻ്റെ എല്ലാവരുടെയും നിർബന്ധത്താൽ ഞാൻ പോയി അറ്റൻഡ് ചെയ്തതായിരുന്നു. അവിടെ വെച്ച് ഞാൻ കേൾക്കാനിടയായത്, ഞാൻ ഇതുവരെ പഠിച്ചിരുന്ന, ഞാൻ പള്ളിയിൽ പോകുമ്പോഴും സൺഡേ സ്കൂളിൽ റാങ്ക് എടുക്കുമ്പോഴും ഒക്കെ പഠിച്ചിരുന്ന ആ കഥാനായകനായിട്ടൊരു യേശു ഉണ്ടായിരുന്നു. എന്നാൽ അതിലുപരിയായിട്ട് യഥാർത്ഥത്തിൽ ഈ മോഡേൺ ഈറയിലും ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന യേശുവിനെ പറയുന്ന കുറച്ച് പേരെ അവിടെ കണ്ടു. അവിടെ വെച്ച് പറഞ്ഞ ആ യേശുവിൻ്റെ ഒരു തോമസ് ഊട്ടി ബ്രദറായിരുന്നു അന്ന് പറഞ്ഞത്, എൻ്റെ കുറവുകളും കുറ്റങ്ങളും നോക്കി അത് മനസ്സിലാക്കിയിട്ട് കൂടി എന്നെ കെട്ടിപ്പിടിക്കാൻ വരുന്ന ഒരു യേശുവിനെ അവിടെ പ്രസംഗിച്ചത്. എനിക്ക് വേറെ ഒരു തിയോളജിയേക്കാളും എന്നെ അട്രാക്റ്റ് ചെയ്തത് അതാണ്. കാരണം അന്ന് എൻ്റെ ഉള്ളിൽ ഭാരം വന്നിരുന്നത്, ഞാൻ കുറവുള്ളവനാണല്ലോ, അതായിരുന്നു എൻ്റെ കോൺഫിഡൻസിൻ്റെ ഇല്ലായ്മയുടെ റൂട്ട്. ആ കോൺഫിഡൻസ് ആ റൂട്ടിൽ തന്നെ, എന്നാൽ കള്ളുകൂടിയോ യാതൊരു കുഴപ്പവും എൻ്റെ ജീവിതത്തിലില്ല. ആവശ്യമില്ലാത്തൊരു ഗിൽറ്റി കോൺഫിഡൻസ്. മച്ചൻ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ആ പാപബോധം, അത് ഉള്ളിൽ എങ്ങനെയോ, പാപബോധം എന്ന് പറഞ്ഞാൽ വളരെ ഗിൽറ്റി ആയിരുന്നു. ഐ എം നോട്ട് വർത്തി ടു ബി ഓൺ ദിസ് എർത്ത്, ഇതായിരുന്നു ചിന്ത. എന്നാൽ യേശു എന്നെ അക്സെപ്റ്റ് ചെയ്തെന്ന് കണ്ടപ്പോൾ തന്നെ അതൊരു സ്വാതന്ത്ര്യമായിരുന്നു ഉള്ളിൽ. അതിനുശേഷം ഞാൻ ജോലി ചെയ്യാനായിട്ടുള്ള ആഗ്രഹിച്ചു, കർത്താവ് ജോലി തന്നു. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു, കർത്താവ് ഏറ്റവും ബെസ്റ്റായിട്ട് എൻ്റെ വിവാഹം നടത്തി. അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവ് ശുശ്രൂഷയൊന്നും ആഗ്രഹിച്ചതുപോലുമല്ല. ഡോക്ടർ ബിനു രാജ്യങ്ങളിൽ ശുശ്രൂഷിക്കുക. ഈയിടെ തായ്ലൻഡിൽ നിങ്ങളെ കുടുംബമായിട്ട് ശുശ്രൂഷിച്ചു, ദോഹയിൽ ശുശ്രൂഷ, കുവൈറ്റിൽ, പല സ്ഥലങ്ങളിൽ നിന്ന് അവരിങ്ങനെ അനേക ചെറുപ്പക്കാരെ കർത്താവ്. അപ്പോൾ തന്നെ ഹെവൻലി ഫീസ്റ്റിൻ്റെ JG റൈസ് നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ മെയിൻ ഒരു ലീഡറാണ്.
വചനം പറയുന്നു, കുഞ്ഞുങ്ങളെയൊക്കെ ബലപ്പെടുത്തുന്നു. ഇനിയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ തന്നെ ഈ ഒരു ഡോക്ടർ കൂടാണല്ലോ ഈ രോഗസൗഖ്യത്തിലൊക്കെ വിശ്വാസമുണ്ടെന്നറിയാം അല്ലെ, അങ്ങനെയുള്ള അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? രോഗസൗഖ്യത്തിൽ ഞാൻ ആദ്യം വരുമ്പോൾ ഒട്ടും വിശ്വാസമില്ലാത്ത വ്യക്തിയായിരുന്നു. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇങ്ങനെ രോഗസൗഖ്യം വരുമെങ്കിൽ പിന്നെ 6 കൊല്ലം പഠിച്ച MBBS എടുക്കേണ്ട കാര്യം എന്താണെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ വരുമ്പോൾ എനിക്ക് വളരെ സ്കെപ്റ്റിക്കലായിട്ടായിരുന്നു ഞാനിതിനെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു ദിവസം ഇതുപോലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ 3-ാമത്തെ ആഴ്ചയിൽ ഞാൻ വന്നു തുടങ്ങിയതേ ഉള്ളൂ. 3-ാമത്തെ ആഴ്ചയിലാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു 50 മീറ്റർ മാറി നിന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മച്ചി, ഒരു ചട്ടയും മുണ്ടും കൊടുത്തിരുന്ന ഒരു അമ്മച്ചിയുടെ വളഞ്ഞിരുന്ന അസ്ഥി ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, വളഞ്ഞിരുന്ന മുട്ടുകൾ വാദം വന്ന് വളഞ്ഞിരിക്കുക. അത് വെച്ചുകൊണ്ട് അമ്മച്ചി ആരാധിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വളരെ കോട്ടയത്ത് നാഗമ്പടത്ത് നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ വളഞ്ഞിരുന്ന അസ്ഥിയോടുകൂടെ അമ്മച്ചി തുള്ളുക. ഇപ്പോൾ തുള്ളുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, ഇവരുടെ അറിവില്ലായ്മ ഇവരൊക്കെ ചൂഷണം ചെയ്യുകയാണല്ലോ, അവരെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് ആരാധിക്കേണ്ടവരല്ലേ, വെറുതെ കാല് വേഴ്സാക്കുകയല്ലേ എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് രോഗസൗഖ്യം പലതും വിളിച്ചു പറയുന്നുണ്ട്, ഞാനതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല. പക്ഷേ എൻ്റെ കൺമുമ്പിലിരുന്ന അമ്മച്ചിയുടെ വളഞ്ഞ അസ്ഥി നിവർന്നു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അന്ന് എൻ്റെ കൺട്രോള് പോയി. ഞാൻ അമ്മച്ചിയുടെ അടുത്തോട്ട് ഓടി. അമ്മച്ചിയുടെ ചോദിക്കാനാണ് ഞാൻ കണ്ടത്. കാരണം വലിയൊരു ജനക്കൂട്ടം നടക്കുന്നതല്ലേ, ഒരു ഇല്യൂഷനാണോ നമുക്ക് തോന്നിയതായിരിക്കാം, 50 മീറ്റർ ദൂരത്തിലല്ലേ ആയിരിക്കുമെന്ന് വിചാരിച്ച് ഓടുമ്പോൾ ഞാൻ കണ്ടത് സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് അമ്മച്ചി സ്റ്റേജിലോട്ട് ഓടുക. സാക്ഷ്യം പറയാനായിട്ട് മുന്നോട്ട് വരാൻ പറഞ്ഞപ്പോൾ അമ്മച്ചി അതിൻ്റെ ഇടയിലൂടെ ഓടുക. ഞാനത് കേട്ട് താമസിച്ചാണേലും കുറേ നേരം സാക്ഷ്യങ്ങൾ കേട്ടതിന് ശേഷം അമ്മച്ചിയുടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ കണ്ടത് സത്യമാണെന്ന് തെളിഞ്ഞു. അന്ന് മുതൽ ഞാൻ വിശ്വസിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. എനിക്ക് പിന്നീട് ആ കർത്താവിൽ വളർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, രോഗസൗഖ്യം ഒട്ടും ഞാൻ പഠിച്ച MBBSന് വിരുദ്ധമല്ല. MBBSൻ്റെ കുറവിനെ നികത്തുന്നതാണ് കർത്താവിൻ്റെ രോഗസൗഖ്യം. അതുകൊണ്ട് MBBS അല്ലെങ്കിൽ MBBS ആയിക്കോട്ടെ, ഏത് വൈദ്യശാസ്ത്രമായിക്കോട്ടെ, ലോകത്തിൽ മനുഷ്യൻ്റെ ജ്ഞാനം എവിടെ സുല്ല് പറയുന്നോ ആർക്കും വിഷമിക്കാനില്ല. അവിടെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് ഒരു ഉത്തരവുണ്ട്. പക്ഷെ അവിടെ പറ്റാത്തതാണ്. അവിടെ പറ്റിയില്ലെങ്കിൽ നിരാശ വേണ്ട. ഈ 12 വർഷം രക്തസ്രാവമായിരുന്ന സ്ത്രീയെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്. അവള് വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചെന്ന്, ഡോക്ടർമാരെല്ലാം കൂടെ ചികിത്സിച്ച് അവൾക്ക് എന്നും കൊണ്ട് വൈദ്യശാസ്ത്രത്തെ വചനം തള്ളിയും പറയുന്നില്ലല്ലോ, പറയുന്നില്ല അല്ലേ. ഡോക്ടർ ലൂക്കാണ് 2 പുസ്തകം എഴുതിയത്. പൗലൂസ് തന്നെ ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ പോലെ ഒരു സമയത്ത് പറയുന്നുണ്ട്, അതിനൊന്നും എതിരല്ല. പക്ഷേ അവള് ചില സമയത്ത് ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ മനുഷ്യൻ വിഷമിച്ചു പോകും അല്ലേ. അവിടെ യേശു അത്ഭുതം ചെയ്തു. അപ്പോൾ അത് റിയലാണ്. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലെ ഒരു കാര്യവും കഥ എഴുതി വെച്ചിട്ടില്ല. എൻ്റെ കൂടെ 3 ഡോക്ടേഴ്സ് അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചു. 3 പേരും വളരെ വ്യത്യസ്തമായ രീതിയിൽ. ഡോക്ടർ തോമസ് തൻ്റെ ഫാദർ ഇൻ ലോയുടെ അത്ഭുത സൗഖ്യം കണ്ട യേശുവിനെ അറിഞ്ഞത്. ഡോക്ടർ ഉമ്മന് ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ അതുവരെ ചേഞ്ച് ഇല്ലാത്ത ആൾ ഒറ്റ പ്രാർത്ഥന കേട്ടപ്പം ഹൃദയം രൂപാന്തരപ്പെട്ടു. അതുപോലെ ഡോക്ടർ ബിനു പഠനത്തിലുണ്ടായ ആ പ്രതിസന്ധിയിൽ ഒരു വലിയ മിറക്കിളാണ് യേശു ചെയ്തത്. ഇന്ന് തന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, കർത്താവിനെ വിടുവിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി പോലും ഞങ്ങളെ കേൾക്കുന്നില്ല. കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങളെ തൊടാൻ പോവാ. ഞങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ സ്തോത്രം, അങ്ങയുടെ നാമത്തിൽ ഹല്ലേലൂയ വിശ്വസിച്ച് എന്ത് ചോദിച്ചാലും തരും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ അനേകർ കർത്താവെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പിതാവേ, വൈദ്യശാസ്ത്രത്തിന് അവർ പലയിടത്തും പോയി, എന്നാൽ അവർക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഭാരത്തോടെ ഇരിക്കുന്ന അനേകരുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ ഭാരം ഇപ്പോൾ അവരെ വിട്ടുമാറുന്നതിനായി സ്തോത്രം. അതോടൊപ്പം തന്നെ അവരുടെ ഹൃദയത്തിൽ വലിയൊരു ഉറപ്പ് വരുന്നതിനായി നന്ദി. പിതാവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും എൻ്റെ കർത്താവിൻ്റെ അത്ഭുതകരം എൻ്റെ കർത്താവ് നീട്ടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കേൾക്കുന്നവരിൽ കുഞ്ഞുങ്ങളുടെ രോഗം കാരണം, കർത്താവെ കിഡ്നിയിൽ ഒരു ട്യൂമർ കാരണം, കർത്താവെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു മാതാവ്, തൻ്റെ കുഞ്ഞിന് കിഡ്നിയിൽ ട്യൂമർ കാരണം ഭാരപ്പെട്ടിരിക്കുന്ന ഒരു മാതാവ് ഇതിനെ കേൾക്കുന്ന കർത്താവിൻ്റെ സൗഖ്യകരം കർത്താവ് ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ മേൽ വെക്കുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ കർത്താവെ അടുത്ത സ്കാനിങ്ങിൽ കർത്താവെ ഒരു കാണുന്ന ഒരു അത്ഭുതം കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ലുക്കീമിയ ബാധിച്ച
കർത്താവെ, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകർ ഈ TV പ്രോഗ്രാം കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആ ലുക്കീമിയയുടെ മേൽ ഞങ്ങൾ അധികാരമെടുക്കുക. ഇൻ എവ്രി നെയിം ഹാസ് ടു ബോ ടു ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ അത് മുട്ടുമടക്കിയേ കഴിയത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് സൗഖ്യം കൽപ്പിക്കുക. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. പിതാവേ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ അടുത്തും കർത്താവായ യേശു നിൽക്കുന്നതിനായിട്ട് സ്തോത്രം. പിതാവേ, ഞങ്ങൾ അറിയാതെ തന്നെ യേശു അവരുടെ രോഗങ്ങൾ കാണുന്നതിനായിട്ട് സ്തോത്രം. ഈ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ പിതാവേ, ഫാലോപ്പിയൻ ട്യൂബിൽ വിഷയങ്ങളുള്ള അതിനകത്ത് കർത്താവേ അങ്ങയുടെ അത്ഭുതകരം ചരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഓവറി ഫാലോപ്പിയൻ ട്യൂബ് സംബന്ധിച്ചുള്ള രോഗങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് കേൾക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കുക. അത്ഭുതകരമായി വിടുതലാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ കേട്ടത് 3 ഡോക്ടർമാരുടെ അത്ഭുത സാക്ഷ്യമാണ്. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും വണ്ണപ്പുറത്ത് സെപ്റ്റംബർ 20 ശനി, ശ്രീനാരായണ ഓഡിറ്റോറിയം. ശുശ്രൂഷ രാവിലെ 10-ന്. തോമസ് ഊട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. ഒട്ടേറെ സവിശേഷതകളുമായി സ്വർഗീയ വിരുന്നിന്റെ നവീകരിച്ച വെബ്സൈറ്റ് theheavenlyfeast.org ഇപ്പോൾ തന്നെ ലോഗോൺ ചെയ്യുക. ഏറ്റവും പുതിയ ടെലിവിഷൻ എപ്പിസോഡുകൾ, ഞായർ ശുശ്രൂഷയുടെ മുഴുനീള ഓഡിയോ, 100 കണക്കിന് സന്ദേശങ്ങളുടെ വീഡിയോ ഓഡിയോ ശേഖരം, തങ്കു ബ്രദറിന്റെയും തോമസ് ഊട്ടി ബ്രദറിന്റെയും ബ്ലോഗുകൾ, ലോകമെമ്പാടുമുള്ള സ്വർഗീയവിരുന്ന പ്രവർത്തനങ്ങളുടെ മുഴുവൻ വിവരങ്ങൾ, യേശുക്രിസ്തുവിനാൽ സൗഖ്യമായ സ്വതന്ത്രരായ അസംഖ്യം അത്ഭുത സാക്ഷ്യങ്ങൾ, 24/7 HF TV തുടങ്ങി ഒട്ടേറെ പുതുമകളുമായി കൂടുതൽ യൂസർ ഫ്രണ്ട്ലി വെബ്സൈറ്റ്. സ്വർഗീയ വിരുന്നിന്റെ നവീകരിച്ച വെബ്സൈറ്റ് സന്ദർശിക്കുക theheavenlyfeast.org. ശാപവും ഒഴുകി ദൂരെയാ, ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ. യേശുവിൻ